വിയറ്റ്നാമിലൊക്കെ കണ്ടുവരുന്ന കേരളത്തിൽ അധികാരം ചെയ്യാത്ത ഒരു ബ്രീഡിംഗ് സിസ്റ്റം ആയിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. മണിത്താറാവ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ മസ്കോവി ഡക്ക് എന്നാണ് യഥാർത്ഥ പേര് വരുന്നത്. നമ്മുടെ ഫാമിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ബ്രീഡ് ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് 100 രൂപ റേഞ്ചിൽ നമ്മൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണിത്. ഏകദേശം 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ലേറ്റിങ് കഴിഞ്ഞാൽ ആ സമയം മുതൽ സെയിൽ ചെയ്ത് തുടങ്ങും. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മണിത്താറാവിൻ്റെ ഒരു ബ്രീഡിംഗ് സിസ്റ്റം ചെയ്തു വരുന്നത് വിയറ്റ്നാമിലൊക്കെയാണ്. അതിനെ ആസ്പദമാക്കിയിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്രീഡിംഗ് സിസ്റ്റം അവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മണിത്താറാവ് അടയിരിക്കുന്നതാണ്. അത്യാവശ്യം മുട്ടയുണ്ട്. അപ്പോൾ എണ്ണി കഴിഞ്ഞാൽ 20ലധികം മുട്ടകൾ ഈ ഒരാൾ മാത്രം അടയിരുന്ന് മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നതാണ്. ഇതിലേറെക്കുറെ മുട്ടകളും വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇവരുടെ മുട്ട ഇവർ തന്നെ അടവെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി തരും. ചിലത് നല്ല അഗ്രഷനായിരിക്കും, ചിലത് ഇതുപോലെ നമുക്ക് ഇരുന്ന് തരും. എന്തായാലും കേരളത്തിൽ ഇത് അധികാരം ചെയ്യാത്ത അല്ലെങ്കിൽ ഈ രീതിയിൽ അധികാരം ബ്രീഡ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നും ഈ കേജ് വൃത്തിയില്ലല്ലോ, അങ്ങനെ ഡേർട്ടി ആയിട്ട് കിടക്കുകയാണെന്നുള്ളത്. ഈ സമയത്ത് അതായത് സീസണിൽ 3 പ്രാവശ്യം എഗ് ചെയ്യുന്ന ഒരു ബ്രീഡാണ്, ഒരു വാട്ടർ ബേർഡാണ് നമ്മളെ മസ്കോവി ഡക്ക്. ഈ സമയത്ത് ഇവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നീതിപരമായിട്ടുള്ള കാര്യം. അതിനവരെ ഫ്രീ ആയിട്ട് അവരെ മുട്ടയിടാനും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇതിപ്പോൾ 2 പേരാണ് ഇവിടെ അടയിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയൽ തന്നെ അറ്റ് എ ടൈമിൽ 2 പേര് മുട്ടയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 25ന് മുകളിൽ മുട്ട അവരിപ്പോൾ നിലവിൽ അടയിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കുന്നത് ഏറെക്കുറെ എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ കേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പില്ലർ കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ പില്ലർ കൊടുത്ത് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും വെച്ചാൽ ഒന്ന് അത്യാവശ്യം തുറസായിട്ടുള്ള ഏരിയയാണ്, അത്യാവശ്യം വെയിലുണ്ടാവും. ആ വെയിലിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം കിട്ടണം, നല്ല തണൽ കിട്ടാൻ വേണ്ടിയിട്ട് അടിഭാഗം ഇവർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കയറി കൂട്ടിലേക്ക് പ്രശ്നമാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഹൈറ്റിൽ കൂടി ചെയ്തിട്ടുള്ളത്. എക്സ്പെൻസും വളരെ കുറവായിരിക്കും. ഷീറ്റിൻ്റെ ആവശ്യം മാത്രമേ എന്നുള്ളൂ. പിന്നെ നമ്മളെ തറ കെട്ടുന്നത് കോൺക്രീറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ ഒരുപാട് ചിലവ് അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേജാണ്. കാഴ്ചക്ക് വലിയ കേജാണെങ്കിലും ചിലവ് വളരെ കുറവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പകൽ ഇവർക്ക് ഇവിടെ പറമ്പ് മുഴുവൻ നടന്ന് ഒരു സ്വൈര്യമായിട്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അവർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഭക്ഷണം പുറത്താണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ 5 മണി 6 മണിയാകുമ്പോൾ ഇവർക്ക് കൂട്ടിൽ കയറിയിരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അടയിരിക്കുന്നവർ എല്ലാവരും ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ടാവും. എന്നാൽ പോലും അവർക്കുള്ള സ്പേസ് ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലാണെങ്കിൽ മറ്റ് അടയിരിക്കാത്ത മെയിൽ മറ്റുള്ള ബ്രീഡുകൾക്കൊക്കെ ഇവിടെ ഒരു ഏരിയ നമ്മൾ മാറ്റി നിർത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവർക്ക് എന്ത് ചെയ്യുക, മാറി നിൽക്കാനുള്ള ഒരു വൃത്തിയിലൊരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രീഡിംഗ് സമയം ആയതുകൊണ്ടാണ് ഇത്രയും തൂവലുകൾ പൊഴിച്ചിട്ടുള്ളത്. ഒരു മുട്ടയിടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം തൂവലുകൾ അല്ലെങ്കിൽ അടയിരിക്കാൻ വേണ്ടി അത്യാവശ്യം തൂവലുകൾ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും.